ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്താ കുടയൊക്കെ ആയിട്ടെന്നല്ലേ? ഡോക്ടർ ഓഫ് റെയിൻ പിന്നെ കുട പിടിക്കാതിരിക്കും അല്ലേ? പക്ഷേ ഇപ്പോൾ കുട മഴ ആയതുകൊണ്ട് പിടിച്ചതല്ല. അതുപോലെ മഴയത്ത് കുട പിടിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ കേട്ടോ. മഴയത്ത് കുടയില്ലാതെ പോകാനാണ് താല്പര്യം. ഓക്കെ, കുട ചുരുക്കി വെച്ചിട്ട് മഴയത്ത് നടക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഭയങ്കര വെയിലായതുകൊണ്ട് ഈ കുട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി സാധാരണ വീടിൻ്റെ ഉള്ളിലാണ് വീഡിയോ എടുക്കാറ്. ഇന്ന് ഞാൻ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു ടെറസ് ഗാർഡനുണ്ട്. അപ്പോൾ ടെറസ് ഗാർഡനിൽ വന്ന് ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഞാൻ എന്താ പറയുക, എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും ഒത്തിരി നന്ദിയുണ്ട്. ഇന്നലെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഭംഗിയായിട്ട് ആഘോഷിച്ചു, സന്തോഷമായി. അമ്പലത്തിലൊക്കെ പോയി സിമ്പിളായിട്ടൊക്കെ ആഘോഷിച്ചു, കേക്ക് കട്ട് ചെയ്തു. പിന്നെ ആക്ച്വലി ഒരു ഹസ്ബൻഡിന് ഇന്നലെ അവർക്ക് ഓഫീസിൽ പോകാൻ തിരക്കായിരുന്നതുകൊണ്ട് ഓഫീസിൽ അവധിയെടുക്കാൻ പറ്റിയില്ല. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പനിയായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പനിയൊക്കെ ഒന്ന് മാറിയാലാണ് ഞാൻ കൂടുതൽ സന്തോഷമാവുള്ളൂ. ആക്ച്വലി ഇവിടെയും ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ നവി മുംബൈ ഇവിടെയൊക്കെ മലേറിയ, ഡെങ്കി ഫ്രീക്വൻ്റ്ലി വരും. പക്ഷെ കൊതുകിൻ്റെ എണ്ണം നമ്മുടെ നാട്ടിൽ അത്രയില്ല. എങ്കിൽ പോലും ഉള്ള ഒരു കൊതുക് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ എപ്പം പനി വന്നാലും നമ്മളൊന്ന് പോയി ചെക്ക് ചെയ്യും, ദിസ് മലേറിയ ഡെങ്കി അങ്ങനെയൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് മലേറിയ വന്നിരുന്നു. ഇപ്പോൾ അത് മലേറിയയുടെ ആൻറ്റി മലേറിയൽ ടാബ്ലറ്റ് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം 10 days ആയിട്ട് കഴിക്കണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താ പറയുക, ഫീവർ വീണ്ടും വന്നപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ആക്ച്വലി എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിന് ഹെൽത്താണ് ആദ്യം ആവശ്യം. പിന്നെ പീസ് ഓഫ് മൈൻഡും ഹെൽത്തും ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. എന്താ പറയുക, ഹസ്ബൻഡും മക്കളും എല്ലാവരുമായിട്ട് ജീവിക്കുമ്പോൾ ആളുകളാണല്ലോ നമുക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കുക. ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം എൻ്റെ അച്ഛൻ പണ്ട് പറയുമായിരുന്നു, എന്താ പറയുക, തടിയുണ്ടെങ്കിൽ തെണ്ടി തിന്നാമെന്ന്. മീൻസ് ഇങ്ങനെ തെണ്ടി നടന്ന്, അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഭിക്ഷ യാചിച്ചിട്ട് നടക്കാനെങ്കിലും ഒരു ആരോഗ്യം വേണ്ടേ, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്താ പറയുക, ഞാനിങ്ങനെ വീഡിയോസ് കുറച്ച് ഇടണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഞാനിന്നലെ എൻ്റെ കല്യാണ ആൽബത്തിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ വെച്ചായിരുന്നു. പക്ഷേ അതൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇടാം.